രാവിലെ 6 മണിക്ക് എണീച്ച് അജ്മീസിന്റെ ദോശമാവും കലക്കി വെച്ചിട്ട് റെഡി ആയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങി. ഇന്നൊരു ഏർലി ഷിഫ്റ്റ് ആണ്, അതായത് രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഉള്ളൂ കേട്ടോ ഷിഫ്റ്റ് അതിന് ഇറങ്ങി. ഇന്റർവ്യൂ കിട്ടുന്നതിന് മുന്നേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. നേരെ വീട്ടിലോട്ടല്ല, റാണി ചേച്ചിനെയും ഐശ്വര്യ ചേച്ചിനെയും കൂടെ കൂട്ടിയിട്ട് നേരെ വിഞ്ചസ്റ്റർ ടൗണിലോട്ടാട്ടോ പോയത്. റിമ്മൽ ലണ്ടന്റെ ഈ ഒരു ഫൗണ്ടേഷൻ മേടിക്കാനായിട്ടോ നമ്മൾ ബൂട്ട്സിൽ കയറിയത്. സംഭവം നല്ല അടിപൊളിയാണ്, നല്ല ലോങ് ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഫേസ് നല്ല ബ്രൈറ്റനായിട്ട് വെക്കും. ഞങ്ങൾ 3 പേരും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഗ്രെക്സിലോട്ടാട്ടോ കയറിയത്. വൺ ഓഫ് ദി മൈ ഫേവറേറ്റ് ആട്ടോ ഈ കാണുന്ന ഒരു സോസേജ്. അവിടുന്ന് കുറച്ച് സ്നാക്സും എടുത്ത് നേരെ ജിഡിക്ക് കയറി ഐശ്വര്യ ചേച്ചിയുടെ ഫേവറേറ്റ് വാനില ഷേക്കും എടുത്ത് നമ്മൾ കത്തീഡ്രലിലോട്ട് പോയിട്ടോ. ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഒരു 2-3 മണിക്കൂർ അവിടെ ഇരുന്ന് സൊറ പറഞ്ഞ് ഞങ്ങൾ 3 പേരും 3 വഴിക്കായിട്ട് തിരിഞ്ഞു. വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു GP അപ്പോയിന്റ്മെന്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ GPയുടെ അടുത്ത് വന്ന ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. GPയുടെ അവിടെ നിന്ന് 4 മിനിറ്റേ ഉള്ളൂ കേട്ടോ വീട്ടിലോട്ട്. ഹർഷമോളെയും വിളിച്ച് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ ഷവറിന്റെ അടിക്കറി നിന്നു, അത്ര ചൂടായിരുന്നു കേട്ടോ പുറത്ത്. രാവിലെ മിക്സ് ചെയ്ത് വെച്ച ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് മസാലയും കൂടെ ഉണ്ടാക്കണം, നല്ല അടിപൊളി മസാല ദോശയും സാമ്പാറും സൈഡിന് കുറച്ച് മുട്ടയും കൂടെ പുഴുങ്ങി. എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലൊക്കെ വിളിച്ചോണ്ട് കുക്ക് ചെയ്യാനായിട്ടോ ഇഷ്ടം. 7 മണിയായപ്പോഴേക്കും നമ്മുടെ ഡിന്നറും കഴിച്ച് റെഡി ആയിട്ട് നേരെ പോകുന്ന സുമിതി ചേച്ചിനെ കാണാനാട്ടോ. പോകുന്ന ഒറ്റയ്ക്കല്ല, ചേട്ടനും ഐശ്വര്യ ചേച്ചിയും നന്ദുചേട്ടനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാറും പാർക്ക് ചെയ്ത് നമ്മൾ നേരെ പോർട്സ്മൗത്ത് ഉള്ള വ്യൂ സിനിമാസിലോട്ടാട്ടോ വന്നിരിക്കുന്നത്. കറക്റ്റ് ടൈമിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്റർവെൽ ആനന്ദകരമാക്കാനായിട്ട് നമ്മൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞപ്പോഴേക്കും രാത്രി 11:45. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അടിപൊളി പടമായിരുന്നു. പേഴ്സണലി ഞങ്ങൾക്ക് 4 പേർക്കും പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട വ്യൂ ആട്ടോ ഈ കാണുന്നത്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.